റേറ്റിംഗ് മലയാളികളുടെ മോർണിംഗ് ഹാബിറ്റ് പല്ല് തേക്കാതെ ഫുഡ് കഴിക്കുന്നത് 6 or 7. ഓൾമോസ്റ്റ് എല്ലാവരും ഒരു 6 തൊട്ട് 8 മണിക്കൂർ ഒക്കെ ഉറങ്ങാറുണ്ട്. നമ്മൾ ഈ ഉറങ്ങുമ്പോഴൊക്കെ തന്നെ നമ്മുടെ വായിൽ വരുന്ന സലൈവേഷൻ സെക്രേഷൻസ് ഒക്കെ മിനിമൽ ആയിരിക്കും. നമ്മൾ വാ കുറച്ച് ഡ്രൈ ആയിട്ടിരിക്കുന്ന സമയമായിരിക്കും. ആ സമയത്ത് ഈ പറഞ്ഞ പോലെ നമ്മുടെ വായിലുള്ള മൈക്രോബിയ നമ്മൾ പ്രോപ്പറായിട്ട് രാത്രി ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ മൈക്രോബിയൽ ഫ്ലോറയും എല്ലാം ഉണ്ടാവുന്ന ഒരു സമയത്താണ് നമ്മൾ പിന്നെ എണീക്കുന്നത്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ബ്രഷ് ചെയ്യാതെ നേരെ ഭക്ഷണം കഴിക്കാൻ പോയി കഴിഞ്ഞാൽ 2 വ്യൂ ഉണ്ട്. ഒന്ന് എന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമൽ ഫ്ലോറ, നമ്മൾ വായിക്കകത്ത് നല്ല ബാക്ടീരിയ നമുക്ക് കിട്ടും എന്നുള്ളത്. ഇനി നിങ്ങൾ രാത്രി ബ്രഷ് ചെയ്യുന്ന പ്രോപ്പർ അല്ല, നിങ്ങൾ കറക്റ്റായിട്ട് ബ്രഷ് ചെയ്തിട്ടില്ല, മൗത്ത് വാഷ് ഒന്നും ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഹാനികരമായിട്ടുള്ള മൈക്രോബിയൽ ഫ്ലോറ ഉണ്ടാവും. അത് നിങ്ങളുടെ വയറ്റിനകത്തേക്ക് പോകും. ഡ്രിങ്കിങ് ചായ അല്ലെങ്കിൽ കോഫി എണീറ്റ് ഉടനെ, അതും ഒരു 6 to 7 മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. ഈ 2 സാധനങ്ങളും ഒരു അസിഡിക് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ചായയും കോഫിയൊക്കെ ഉള്ളത്. നമ്മൾ കുറച്ചൊരു അസിഡിക് ആയിട്ടുള്ള, നമ്മൾ എണീറ്റ് ഉടനെ ഫ്രഷ് ആയിട്ട് എണീറ്റ് ഉടനെ തന്നെ നമ്മൾ അസിഡിക് ആയിട്ടുള്ള ഡ്രിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗ്യാസ്ട്രിക് ഇറിറ്റേഷനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മുടെ പല്ലുകൾക്കും അത് ഹാനികരമാണ്. രാവിലെ തന്നെ എണീറ്റ് ഉടനെ തന്നെ നമ്മൾ അസിഡിക് ആയിട്ടുള്ളത് രാവിലെ തന്നെ എടുത്ത് കുടിക്കുമ്പോൾ അത് ഈ പറഞ്ഞ പോലെ നമുക്ക് കുറച്ചൊരു ആ പല്ലിന് ചെറിയ ചെറിയ രീതിയിലുള്ള ഇറോഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. യൂസിങ് സോൾട്ട് വാട്ടർ അല്ലെങ്കിൽ ഉപ്പിട്ട നാരങ്ങ വെള്ളം ഓൺ എ ഡെയിലി ബേസിസ്. ഫൈൻ. സോൾട്ട് വാട്ടർ ഗാർഗിളോ അല്ലെങ്കിൽ സോൾട്ട് വാട്ടർ ഉപയോഗിക്കുന്നത് വലിയ കുഴപ്പമില്ല. അതേസമയം നാരങ്ങ എന്തെങ്കിലും വെള്ളം ഉപയോഗിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡെയിലി ബേസിസ് എന്ന് പറയുമ്പോൾ നമുക്ക് പല്ലിന് ഭാവിയിൽ പുളിപ്പോ കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. നമ്മുടെ പല്ലിന് കുറച്ച് ഇനാമൽ ഇറോഷൻസും കാര്യങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്.